ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ സ്നേഹവന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 38-ാം അധ്യായം 15-ാമത് വാക്യം, ദുഷ്ടന്മാർക്ക് വെളിച്ചം മുടങ്ങിപ്പോകുന്നു എന്ന വചനമാണ്. ജീവിതയാത്രയിൽ തിന്മകളും അകൃത്യങ്ങളും ദുഷ്ടതകളും പാപവഴികളും മാത്രം തിരഞ്ഞെടുത്ത് മുൻപോട്ട് പോകുന്ന നിരവധി വ്യക്തികളെ നമുക്ക് കാണുവാനായിട്ട് കഴിയാറുണ്ട്. എന്നാൽ അവരുടെ പിന്നാലെ ശാന്തമായി ഒന്ന് കടന്നുപോയി നോക്കാമെങ്കിൽ അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇരുളിലേക്കാണ്, നാശത്തിലേക്കാണ്, പരാജയത്തിലേക്കാണ്, തിന്മയിലേക്കാണ് എന്ന് നമുക്ക് കണ്ടു മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു യാഥാർത്ഥ്യമായ വസ്തുത തന്നെയാണ്. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിലേക്ക് നാം കടന്നു വന്നാൽ 4-ാമത്തെ അധ്യായത്തിൽ ശക്തനായിരിക്കുന്ന നെബൂഖദ്നേസറിനെ കുറിച്ച് ഓർപ്പിക്കുന്നുണ്ട്. എന്നാൽ തൻ്റെ രാജ്യത്വം പ്രബലപ്പെട്ടപ്പോൾ തൻ്റെ ആഗ്രഹപ്രകാരം ഉത്തമമായിട്ടുള്ള ഒരു കൊട്ടാരം, ഒരു രാജധാനി പണി കഴിച്ചപ്പോൾ, പണികളുടെ അവസാനം എത്തിയപ്പോൾ അത് കണ്ടു മനസ്സിലാക്കുവാൻ വേണ്ടി കടന്നു വന്നിരിക്കുന്ന രാജാവ് അതിൻ്റെ ഭാഗത്തു നിന്നുകൊണ്ട് പറഞ്ഞ വാക്കുകൾ ഇവിടെയുണ്ട്. ഇത് ഞാൻ എൻ്റെ ധനമാഹാത്മ്യത്താൽ എൻ്റെ പ്രതാപമഹത്വത്തിനായിട്ട് രാജധാനിയായി പണിത മഹതിയാം ബാബേൽ അല്ലയോ എന്ന് രാജാവ് പറയുകയാണ്. യെരുശലേമിനെ നിരോധിച്ച് യെരുശലേം ദേവാലയത്തെ തകർത്ത് ദേവാലയത്തിനകത്തിരുന്ന പൊൻവെള്ളി പാത്രങ്ങളെ അവിടെ നിന്നെടുത്ത് തൻ്റെ കൊട്ടാരത്തിൽ കൊണ്ടുവരികയും ധനം കൊണ്ടും മാനം കൊണ്ടും പണികടിച്ച കൊട്ടാരത്തെ നോക്കി ആനന്ദിക്കുകയും ചെയ്യുന്ന നെബൂഖദ്നേസറിനോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത്, നിൻ്റെ അഹങ്കാരവും നിൻ്റെ നിഗളവും നിൻ്റെ മഹാത്മ്യവും നിൻ്റെ പ്രതാപവുമൊക്കെ തിന്മ കൊണ്ടും അനീതി കൊണ്ടും അകൃത്യം കൊണ്ടും ദുഷ്ടത കൊണ്ടും നീ നേടിയിരിക്കൊണ്ട് നീ ഇനിയുള്ള കാലം വനാന്തരത്തിൽ ഇരുട്ടിൽ ഇരുളടഞ്ഞ മണ്ഡലത്തിൽ നീ പാർക്കുക എന്ന് പറഞ്ഞ് തന്നെ ആ വനാന്തരത്തിലേക്ക് ഒരു മൃഗവാസത്തിനു വേണ്ടി അയക്കുന്നതായ ചിന്തയുമാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. തൻ്റെ മരണശേഷം തൻ്റെ മകനായിരിക്കുന്ന ബെൽഷസ്സർ കൊട്ടാരത്തിൽ രാജാവായി തീരുകയും രാജ്യത്തിൻ്റെ രാജപദവിയിൽ എത്തിച്ചേരുകയും ചെയ്തപ്പോൾ തൻ്റെയും ദുഷ്ടതയുടെ ആഴങ്ങളെക്കുറിച്ച് ഓർപ്പിക്കുന്നുണ്ട്. തൻ്റെ ഒരു വിരുന്നുശാലയിലേക്ക് യെരുശലേം ദേവാലയത്തിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന ആ പൊൻവെള്ളി പാത്രങ്ങൾ ഉപയോഗിച്ച് വീഞ്ഞു പകർന്നു കുടിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞത്, നീ പാപം ചെയ്തിരിക്കുന്നു, നിന്നെ ഞാൻ തൂക്കി നോക്കിയിരിക്കുന്നു, നിന്നെ ഞാൻ കുറവുള്ളവനായി കണ്ടിരിക്കുന്നു എന്ന് പറയുകയും ആ രാത്രിയിൽ ബെൽഷസ്സർ കൊല്ലപ്പെടുകയും ചെയ്തു എന്നും തിരുവചനത്തിൽ ആഴമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ എന്താണ് നെബൂഖദ്നേസർ ഇരുളിലേക്ക് പോകുവാൻ കാരണം? എന്തുകൊണ്ടാണ് ബെൽഷസ്സർ ആ രാത്രി തന്നെ കൊല്ലപ്പെടുവാൻ കാരണമെന്ന് ചോദിച്ചാൽ, അവരുടെ ജീവിതത്തിൻ്റെ തിന്മ പ്രവൃത്തികളായിരുന്നു, ദുഷ്ടപ്രവൃത്തികളായിരുന്നു എന്ന് കൃത്യമായി ഓർമ്മപ്പെടുത്തുക തന്നെയാണ്. തിരുവചനത്തിൽ നിരവധി വചനങ്ങൾ ഈ നിലവിളിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ 12 പേരാണ്. അതിലൊരുവൻ്റെ പേരാണ് യൂദ. ആ യൂദയാണ് യേശുവിനെ ഒറ്റിക്കൊടുത്തത്. യൂദയ്ക്ക് എന്താണ് സംഭവിച്ചത്? ശ്രേഷ്ഠനായി നിലനിൽക്കേണ്ട യൂദ ഇപ്പോൾ തൻ്റെ കയ്യിൽ ലഭിച്ചിരിക്കുന്ന വെള്ളിക്കാശ് എറിഞ്ഞുകളഞ്ഞിട്ട് ആത്മഹത്യ ചെയ്യേണ്ട ആ ഇരുട്ടിലേക്ക് ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ടായത് തൻ്റെ തിന്മകളായിരുന്നു എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ തിന്മ വിട്ട് നന്മ ചെയ്യുന്നവരായി, തിന്മയുടെ വഴിയിലൂടെ കടന്നുപോയി ഇരുട്ടിൽ അവസാനിക്കുന്നവരായി തീരാതെ നന്മ ചെയ്ത് വെളിച്ചത്തിൽ അവസാനിക്കുന്നവരായി തീരുവാൻ നമുക്ക് ആഗ്രഹിക്കുകയും ഒരുങ്ങുകയും ചെയ്യാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ഞങ്ങൾ വെളിച്ചത്തിൻ്റെ മക്കളായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇരുൾ വിട്ട് ഞങ്ങൾ വെളിച്ചത്തിൽ പ്രവേശിപ്പാനും ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾ ദുഷ്ടത വിട്ട് നന്മ ചെയ്യുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.